കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസവും ദൈവത്തിൻ്റെ വചനവുമായി അല്പസമയം ചെലവിടുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരവസരം കൂടി തന്നല്ലോ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. പലപ്പോഴും നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇനി എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യം ഒരാളിൽ നിന്ന് ഉയരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അവർ ഏതോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മുന്നിൽ അത്യന്തം ദുഃഖിതരാണ്, ആകാംക്ഷാഭരിതരാണ്. ഇപ്പോൾ തന്നെ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള പ്രയാണം വളരെ ദുഷ്കരമാണ്. ഇതൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവർ പോലും അറിയുന്നില്ല ദൈവം പ്രവർത്തിക്കുന്നത് ഏത് വിധത്തിലാണെന്ന്. അതുകൊണ്ടത്രേ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് ഉയരുന്നത്. ഏതായാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കളെങ്കിൽ ദയവായി സാഹചര്യം എത്ര പ്രതികൂലമായാലും നിങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കൂ. സാഹചര്യങ്ങളിലെയോ പ്രതികൂലങ്ങളിലോ നിങ്ങളുടെ ശ്രദ്ധ തിരിയരുത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കട്ടെ. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി, അവൻ എഴുന്നേറ്റു. സത്യത്തിൽ നമ്മൾ കാണുന്നത് ഒരാൾ മാത്രം എഴുന്നേൽക്കുന്നതാണ്. കാരണം നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ഒരു ബാലൻ്റെ കയ്യിൽ പിടിക്കുന്നതും അവൻ എഴുന്നേൽക്കുന്നതും മാത്രമാണ്. വാസ്തവത്തിൽ അത് മാത്രമല്ല അവിടെ സംഭവിച്ചത്. ഈ ചെറിയ ബാലൻ എഴുന്നേൽക്കുന്നതോട് കൂടെ തന്നെ ആ ബാലനോട് കൂടെ വന്ന അവൻ്റെ മാതാപിതാക്കന്മാർ, അവരുടെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, അങ്ങനെ പലരും, തന്നെയുമല്ല 12 ശിഷ്യന്മാരും ഒരുപോലെ കർത്താവിൻ്റെ കരസ്പർശമേറ്റ് എഴുന്നേൽക്കുകയായിരുന്നു. നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിൻ്റെ മുഴുവൻ പശ്ചാത്തലവും മനസ്സിലാക്കാൻ വേണ്ടി 14-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കണം. യേശു അധികാരപ്പെടുത്തി അയച്ച ശിഷ്യന്മാർ ഗ്രാമാന്തരം ദൈവിക ശുശ്രൂഷകൾ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരിക്കൽ ഇവരെക്കുറിച്ചുള്ള ശ്രുതി കേട്ട് തന്നെ ആയിരിക്കണം, ഊമയായ ആത്മാവ് ബാധിച്ച ഒരു ബാലനെ അവൻ്റെ മാതാപിതാക്കന്മാർ മറ്റു പലരും ചേർന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ഈ ബാലനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്ന കാരണത്താൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പുരുഷാരവും ശാസ്ത്രിമാർ ഉൾപ്പെടെ ഈ ശിഷ്യന്മാരോട് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് യേശു തമ്പുരാൻ അങ്ങോട്ട് വരുന്നത്. ഇവർ യേശുവിൻ്റെ അടുക്കൽ ഈ മകനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ശിഷ്യന്മാർക്ക് ഈ ബാലനെ സൗഖ്യമാക്കാൻ കഴിയില്ല എന്ന വിവരം കൂടി യേശു അറിഞ്ഞപ്പോൾ ആദ്യത്തെ കർത്താവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ പൊറുക്കും. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ശിഷ്യന്മാരുടെ ജീവിതത്തിലെ അവിശ്വാസമാണ് ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിന്നത്. ആത്മീയ അനുഭവങ്ങളിൽ എത്ര ഉന്നതി പ്രാപിച്ചു നിൽക്കുന്ന ആളാണെങ്കിലും വിശ്വാസത്തിൻ്റെ അളവ് അനുദിനം വർദ്ധിപ്പിച്ചെടുത്തില്ലെങ്കിൽ ഈ മേഖലയിൽ അവർക്ക് അധികമൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ശേഷം യേശു അവരോട് പറഞ്ഞത്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഈ ബാലനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഭയാനകമായ നിലയിൽ ഇവൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ആ രോഗാത്മാവ് മുഖാന്തരം അവൻ വല്ലാതെയായി. ഇതിനിടയിൽ ഈ മാതാപിതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവർ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. യേശു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നാൽ കഴിയുമെന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. അവർ യേശുവിൻ്റെ അടുക്കൽ അവിശ്വാസം പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് കാൽക്കൽ വീണു. യേശു ആ ബാലകനെ കൈക്ക് പിടിച്ച് നിവർത്തി. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും പ്രതികൂലം നേരിടുമ്പോൾ അതിൻ്റെ ഉറവിടം അന്വേഷിച്ചെത്തുന്ന ചില ആളുകളുണ്ട്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. ഇവർക്ക് മാത്രം എന്തേ ഇങ്ങനെയെന്ന ചോദ്യവുമായി വരുന്നവരുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും ഇത് തുടരുന്നു എന്ന സംശയ ചിന്തയോടെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അവരുടെ പ്രതിനിധികളാണ് ആ പുരുഷാരവും ശാസ്ത്രിമാരും. ഈ ചെറുബാലകന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഇവർ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളും പ്രതികൂല അവസ്ഥകളും എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കപ്പെട്ടു എങ്കിൽ എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കന്മാർ, ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്തിട്ടും ഒരു വിടുതൽ ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ശിഷ്യന്മാർ. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയാം. ഈ സമൂഹം ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ളവരാ. ഒടുവിൽ പറഞ്ഞ യേശു കർത്താവിൻ്റെ കാര്യം ഒഴികെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയും
അതിനെ പൂർണ്ണമായും മാറ്റിത്തരുവാൻ സർവശക്തനായ യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും എന്നത് തർക്കമറ്റ സംഗതിയാണ്. എന്നാൽ കഴിയുമെങ്കിൽ എന്നോ എന്ന ചോദ്യം വേണ്ട. അങ്ങയ്ക്ക് സകലതും കഴിയും ദൈവമേ എന്ന വാക്കോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സ്വയം സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ കരുണാസമ്പന്നനായ കർത്താവ്, മനസ്സലിയുന്ന കർത്താവ്, കണ്ണുനീരിന് മറികടക്കാത്ത കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ അങ്ങ് നന്നായി അറിയുന്നതിനായിട്ട് സ്തോത്രം. ഈ വാക്കുകൾ ശ്രവിക്കുന്ന ചിലരെങ്കിലും അതീവ ദുഃഖത്തോടെ അങ്ങയുടെ പാദപീഠത്തിലിരിക്കുന്നല്ലോ. അങ്ങേക്ക് സകലതും കഴിയും എന്ന് തെളിയിക്കത്തക്ക നിലകളിൽ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ വെളിപ്പെടുത്തി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.